ജിംനി വേഴ്സസ് താർ. കഴിഞ്ഞ ദിവസം റോസി ആൻഡ് റോയ്സ് കോട്ടയുടെ ഓഫ് റോഡ് ട്രാക്കിൽ നടന്ന ജിംനിയുടെ ക്ലബ് ട്രാക്ക് ഡേയിൽ ഒരു താർ നമ്മുടെ ചന്ദ്രയാൻ ഒബ്സ്റ്റിക്കിള് ഈസി ആയിട്ട് ഓടിച്ച് കയറുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ജിംനി ഫാൻസ് എല്ലാം ഇളകി. ഏതായാലും ജിംനി ഫാൻസിന്റെ റിവെഞ്ച് നമ്മുടെ ചാണ്ടിക്കുന്ന ഒബ്സ്റ്റിക്കിൾ വെച്ച് ആയിക്കോട്ടെ. ഡേ ജിംനി സുഖമായിട്ട് കയറിയിട്ടുണ്ട്. ഓടിക്കുന്നത് പ്രതീക് നായർ ആയിട്ടോ. രണ്ടാമതായി ഫർദീൻ ഫാസിലിന്റെ 2022 താർ. രണ്ടിന്റെ ഓണേഴ്സ് കൊച്ചിയിലെ പ്രമുഖരായ കൊച്ചു മുതലാളിമാരായിട്ടോ. അറിവിന് ജിംനി ചാണ്ടിക്കുന്ന് കയറി കാറ് കയറാൻ നോക്കിയിട്ട് കയറിയില്ല. 3 കാർ അറ്റംപ്റ്റ് ചെയ്ത് 3ാമത്തെ വണ്ടിയാണിത്. അതെ അതെ, ചാണ്ടിക്കുന്ന് ചവിട്ടിക്കേറ്റ നാഷണൽ ലെവൽ സൈക്ലിസ്റ്റ് പോലും കഷ്ടപ്പെടുന്നത് നമ്മളല്ലേ കണ്ടിട്ടുള്ളൂ. ഓ, വാശിയേറിയ മത്സരം. അതോടെ ദീപു ചേട്ടൻ നേരെ ഡ്രൈവർ സീറ്റ് തിരിച്ചു കയറി. അറ്റംപ്റ്റ് നമ്പർ 6. കേറിപ്പോയ ജിംനിക്ക് എന്താണ് എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും ഉണ്ടോ? എന്തോ പഞ്ച് ഡയലോഗാ വരാനിരുന്നു. ഓൾട്ടോ പോലെയാന്ന് പറഞ്ഞപ്പോഴേ കാറ്റഴിച്ചു വിട്ട പോലെ ആയിപ്പോയി. ലോർഡ് ഓൾട്ടോയുടെ വില ഇവർക്ക് ആർക്കും അറിയില്ലെന്നാ തോന്നുന്നു. ഈ ഡയലോഗ് എല്ലാം അടിച്ചിട്ട് താറുകൾ എന്തേ കേറാത്തെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് വേറെ ആരോപണം. ഗതികേടിന് ഫർദീന്റെ താറില് ടഫ് ഡോഗിന്റെ സസ്പെൻഷനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ആരോപണം അവിടെ തന്നെ തീർന്നു. അങ്ങനെ ഫൈനലി താറും വണ്ടേ കയറ്റി. വണ്ടിക്ക് അണ്ടർ ബോഡി പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. താർ ഫാൻസിന്റെ മാനം കാത്തു. ജിമിനി കയറിയത് എന്തോ ഭാഗ്യം കൊണ്ടാണെന്നുള്ള ഒരു ആരോപണം വന്നപ്പോ രണ്ടും കേൾപ്പിച്ച് പിന്നെയും പ്രതീകിന് വാശി. ഇത്രയൊക്കെ ഈസി ആയിട്ട് ചെയ്തിരിക്കെ അഹങ്കാര വർത്താനൊന്നും പറഞ്ഞില്ലേലും ആശാന്റെ മുഖത്തത് കാണാനുണ്ടായിരുന്നു കേട്ടോ.